നമുക്കിന്നേ കുക്കറിൽ എങ്ങനെയാ ചോറ് വെക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. അരി ഒരു ഒന്നര നാഴി അരിയുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് കഴുകിയിട്ടിട്ട് സ്ക്രൂ ചെയ്തേക്കണ ഭാഗമുണ്ടോ അതിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാഷർ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നേരത്ത് ആ വാഷർ ഒന്ന് വെള്ളം നനച്ചിട്ട് യൂസ് ചെയ്യും. അപ്പോൾ കുറേ കാലം വാഷർ നിന്നോളും. അങ്ങനെ അടച്ചു. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിൽ വരാം. ഒരു വിസിലിൽ കൂടുതൽ വരരുത് കേട്ടോ. ഒരു വിസിലിൽ കൂടുതൽ വന്നാൽ പിന്നെ ചോറ് വേവില്ല. ഒരു വിസിൽ വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണേ. ഇനി നമുക്ക് കുക്കറിലെ എയറൊക്കെ പോയി തീരട്ടെ. കുക്കർ നന്നായി തണുക്കുമ്പോൾ നമുക്കത് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് നോക്കാം. വെന്തോ നോക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു അരിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും, വേവ് വ്യത്യാസം കാണും. ഇത് കണ്ടോ, ചോറ് വെന്തിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്നും കൂടെ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല കണ്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ കുക്കറിൻ്റെ ഈ വാഷർ ഇങ്ങനെ മാറ്റണം. വാഷർ ഇങ്ങനെ മാറ്റണം. വാഷർ മാറ്റിയിട്ട് കുക്കർ അടയ്ക്കണം. വെയിറ്റ് മാറ്റരുത് കേട്ടോ, വെയിറ്റ് മാറ്റരുത്. വെയിറ്റ് മാറ്റിയാൽ ആ ഹോളിൽ കൂടെ കഞ്ഞിവെള്ളം പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്കിനി അത് ഊറ്റിയിട്ടാൽ മതി. ഞാനത് ഊറ്റുന്നത് കാണിച്ചു തരാം. കഞ്ഞി വറക്കുന്ന ഒരു കലമാണിത്. ഇത് ആകുമ്പോൾ എളുപ്പമാണ് നമുക്ക്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നിൽത്താൽ മതി. ഇങ്ങനെ മറിച്ചിട്ടാൽ മതി. നമുക്കിനി വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുമോ അല്ലെങ്കിൽ പിള്ളേർക്ക് ചോറ് കൊടുത്തുവിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ എളുപ്പം കേട്ടോ. ഇനി നമുക്ക് കുക്കറിലെ ചോറൊന്ന് തുറന്ന് നോക്കാവേ. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് വിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ തന്നെ ചോറിങ്ങനെ വെള്ളം വിട്ടിരിക്കും. ഉണ്ണാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടോ നല്ല ചോറായിട്ടാണ്. നമ്മൾ അരി കുറച്ച് 1.5 നാഴി അരി ഇട്ടിട്ടുള്ളൂ. കുറേ തിക്കി നിറച്ച് അരി ഇടരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് കമൻറ്റ് പറയും. നമ്മൾ ചോറ് മൂടി വയ്ക്കുമ്പോഴേ ഇതിങ്ങനെ നല്ല ചൂടുള്ള ചോറ് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണേ. അതിൽ നിന്ന് ചൂട് ആവി ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കേടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.